ഹായ് ഓൾ അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്നൊരു 4 മണി പലഹാരം നോക്കിയാലോ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് മുട്ട കൂടുതലെടുക്കാം, കുറച്ചും എടുക്കാം. അപ്പോൾ ഈ മുട്ടയിൽ കൂടി തന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. പകുതി നാരങ്ങ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിൽ ആവശ്യത്തിന് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. അതിൽ തന്നെ നമുക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണ ഒഴിച്ച് നമുക്കിതിനൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ആവശ്യമനുസരിച്ച് ഒഴിക്കണേ. അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ഓംലേറ്റിനൊക്കെ കട്ട് ചെയ്യും പോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുഴപ്പം തന്നെ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ശകലം ഉപ്പ് ചേർക്കണേ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡെല്ലാം കൂടി നല്ല രീതിയിലിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളമാണ് അതിൻ്റെ നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ രീതിക്ക് നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നമ്മളെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ തന്നെ നമുക്ക് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഉരുളകളാക്കി വെച്ചതിനൊക്കെ നമുക്കൊന്ന് ബ്രെഡിൻ്റെ പൊടിയിലിട്ടൊന്ന് മുക്കിയെടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം വേണം അതിന് നമ്മളിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല പൊന്നിറമാവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ സ്നാക്സ്. പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണണമെന്നുള്ളവർ ബെല്ലൈക്കൺ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് പോണേ, മറക്കാതെ. അപ്പം നല്ലൊരു വീഡിയോസായിട്ട് ഇനിയും കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.